ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് പറയാവുന്ന ഒന്നാണ് ജപ്പാനിൽ നെസ്ലെ ചെയ്ത ഒരു മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ജനറേഷനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പറയാം. 1970കളിൽ ജപ്പാൻ്റെ എക്കണോമി വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ലോകത്തുള്ള എല്ലാ കോർപ്പറേറ്റ്സും തങ്ങളുടെ പ്രൊഡക്ട്സ് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ നെസ്ലെ ഉണ്ടായിരുന്നു. അവരുടെ കോഫി ബ്രാൻഡ് ജപ്പാനിൽ പ്ലേസ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു മാർക്കറ്റ് സർവേ നടത്തുകയാണ്. മാർക്കറ്റ് സർവേയുടെ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരുന്നു. ജപ്പാൻകാർക്ക് നെസ്ലെ കോഫി വളരെ ഇഷ്ടപ്പെട്ടു. സർവേ പോസിറ്റീവ് ആയതുകൊണ്ട് കമ്പനി ജപ്പാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ്. ജപ്പാൻ്റെ എല്ലാ കോർണറിലും നെസ്ലെ കോഫി എത്തി. പക്ഷേ കമ്പനി വിചാരിച്ച പോലെ ഒരു റെസ്പോൺസ് ഒന്നും മാർക്കറ്റിൽ നിന്ന് വന്നില്ല. ഇതിന് കാരണം ബേസിക്കലി ജപ്പാൻകാർ ടീ ലവേഴ്സാണ്. കോഫി കൊടുത്താൽ കുടിക്കുമെന്നല്ലാതെ ചായയെ റീപ്ലേസ് ചെയ്ത് കോഫി എടുക്കാൻ അവർ തയ്യാറായില്ല. ഇതോടെ നെസ്ലെ തോറ്റു പിന്മാറുമെന്നാണ് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി. ഈ ജനറേഷനെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അടുത്ത ജനറേഷനെ ടാർഗറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതായത് നെസ്ലെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. കുട്ടികൾക്ക് വേണ്ടി കോഫി ക്യാൻഡീസ്, അതായത് കോഫി മിഠായി അവർ മാർക്കറ്റിലിറക്കി. അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കുട്ടികളിലേക്ക് മാക്സിമം ഈ കോഫി മിഠായി എത്തിക്കാൻ അവർ ശ്രമിച്ചു. അതായത് കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു ജനറേഷനെ അവർ ബിൽഡ് ചെയ്തെടുത്തു. അങ്ങനെ നെസ്ലയുടെ കോഫി ബ്രാൻഡ് അവിടെ വലിയൊരു സക്സസ്സായി മാറി. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റ് സക്സസ് ആവില്ല എന്ന് കരുതുന്ന ഒരു മാർക്കറ്റ് നമുക്കുണ്ടെങ്കിൽ സ്റ്റിൽ ദർ ഈസ് എ ചാൻസ്. നമ്മൾ നല്ല രീതിയിലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ആ മാർക്കറ്റിലും സക്സസ് ആക്കിയെടുക്കാൻ സാധിക്കും.